ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്സസ്. നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ക്ലാസ്സസ് റീസ്റ്റാർട്ട് ചെയ്തേക്കണത്. അപ്പോൾ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് തൊട്ടിട്ടാണ്. മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഫുള്ളൊരു വീഡിയോ മുഴുവനായിട്ടായിരിക്കുമോ അതോ അതിൻ്റെ ഇടയിൽ നമ്മൾ സബ്ജക്റ്റ് വേറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ എന്നുള്ളത് ഞാൻ പറയാം. ഇപ്പം ഏതായാലും മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ അപ്ഡേറ്റ്സ് എന്താണെന്ന് മിസ്സിന് അറിയില്ല. ഈവൻ MSc ആണോ, MSc കഴിഞ്ഞോ, ഓർ ഏതെങ്കിലും എക്സാംസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണോ, അതോ കൂടുതലും ഗേറ്റിൻ്റെ ജനറൽ പേപ്പറിന് വേണ്ടിയാണോ ഫോക്കസ് ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയുകയാണെങ്കിൽ ഞാനതിനെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. എനിവേ, വിത്തൗട്ട് ലാഗിങ് നമുക്ക് ഡയറക്റ്റ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. സോ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ്. ഏത് എക്സാംസ് ആയാലും, അത് CSIR നെറ്റ് ആണെങ്കിലും ഗേറ്റ് ആണെങ്കിലും ഒക്കെ ഫിസിക്സിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് എക്സാമിനും നിങ്ങൾ സിലബസ് നോക്കി കഴിയുമ്പോൾ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ എടുക്കേണ്ട ഒരു സബ്ജക്റ്റ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആണ്. കാരണം ഇതാണ് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫൗണ്ടേഷൻസ്. ഞാൻ ഈ ചാനലിൽ ആദ്യമായിട്ട് തുടങ്ങിയത് സ്പെക്ട്രോസ്കോപ്പി അങ്ങനെയായിരുന്നു. അപ്പോൾ നിങ്ങളത് പഠിക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് നോക്കുക. ഇനിയും ഫ്രം ദ സ്റ്റാർട്ടിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുവാണെങ്കിൽ ഇത് തൊട്ട് നിങ്ങൾ പോവുക. സോ ഞാൻ ഇന്ന് എല്ലാ PYQസും കുറേ ഫോമുലാസും ഒന്നും പറയാനല്ല ആഗ്രഹിക്കണത്. ഇന്നൊരു ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നത്. ഒന്നാമത്തെ കാര്യം, എന്താണ് ശരിക്കും മാത്തമാറ്റിക്കൽ ഫിസിക്സ്? നമ്മൾ ഫിസിക്സ് എടുത്ത് പഠിച്ച കുട്ടികളാണ്. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് മാത്തമാറ്റിക്സിൻ്റെ ഒരു യൂസേജ് വരുന്നത് എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ബിക്കോസ് നമ്മൾ ഫിസിക്സിൽ കാണുന്ന എല്ലാ കൺസെപ്റ്റിൻ്റെ പുറകിലും നമുക്കൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ടാകും. അതാണ്. അപ്പം ഓൾറെഡി നമുക്കറിയാം ഫിസിക്സിൻ്റെ ഒരു ലാംഗ്വേജ് അല്ലെ ഫിസിക്സിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ മാത്സ് ആണ്. നമ്മൾ ഫിസിക്സിൽ കാണുന്ന ഏതൊരു കൺസെപ്റ്റിനെയും കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അതിനെ ഒരു ഫോർമുല ആക്കാനും പിന്നെ ആ ഫോർമുലയെ സോൾവ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ആൻസർ, അതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് കൊണ്ടെത്തിക്കാനും പറ്റും. അപ്പോൾ ഫിസിക്സ് എപ്പോഴും മാത്സിനെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഫിസിക്സിൽ വരുന്നുള്ളൂ, അല്ലാതെ ഭയങ്കര ടഫായിട്ടുള്ളതൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് വൈ ഡെറിവേറ്റീവ്സ് ആൻഡ് ഇൻ്റഗ്രൽസ് എക്സിസ്റ്റ്. പിന്നെ ഒന്ന് രണ്ട് ട്രിക്കും കൂടെ ഞാൻ പറഞ്ഞു തരാം. ദാറ്റ് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പോകുമ്പോൾ ഡെറിവേറ്റീവ്സും ഇൻ്റഗ്രൽസും ഒക്കെ എങ്ങനെ ഓർത്തിരിക്കണം. ബട്ട് അത് ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഞാൻ അതത്ര എൻകറേജ് ചെയ്യുന്നില്ല. പക്ഷേ ജസ്റ്റ് ഒരു ട്രിക്കും കൂടെ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് എപ്പോഴും നമ്മൾ ബിഹൈൻഡിൻ്റെ അതിൻ്റെ തിയറി, അതിൻ്റെ ശരിക്കുമുള്ള ആപ്ലിക്കേഷൻസ് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് ആക്ച്വലി ഡെറിവേറ്റീവ്സ്, എന്താണ് ആക്ച്വലി ഇൻ്റഗ്രൽസ്. അപ്പം സിംപ്ലി പറയുവാണെങ്കിൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് വെച്ചാൽ എന്താ? മാറ്റത്തിൻ്റെ അളവ് അല്ലേ. ഇപ്പം നമ്മൾ d/dt അല്ലെങ്കിൽ dx/dt എന്നൊക്കെയാണ് ഈ മാറ്റത്തിനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അതിന് എങ്ങനെയാണ് ഒന്ന് ഇമാജിൻ ചെയ്യണം. മിസ് ഇതിൻ്റെ അത് കാണിക്കുന്നില്ല, നിങ്ങൾ ഇമാജിൻ ചെയ്യണം. അതായത് നമ്മളൊരു ബൈക്കിൽ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുകയാണ്. ഓക്കെ, സോ അസ്യൂം ദിസ് ആസ് എ പേഴ്സൺ ഹൂ ഈസ് ട്രാവലിംഗ് ഇൻ എ ബൈക്ക്. ഓക്കെ, അപ്പം ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൊമെൻറ്റിൽ യു വാണ്ട് ടു നോ ദ എക്സാക്ട് സ്പീഡ് ഓഫ് ദാറ്റ് പേഴ്സൺ എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഒരു ബൈക്കിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്താ മിസ് പറഞ്ഞത്? ഒരു മൊമെൻറ്റിൽ, ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ, സേ ഈ ഒരു മൊമെൻറ്റിൽ അല്ലെങ്കിൽ ഇന്ന സമയത്ത് ആ ബൈക്കിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള സ്പീഡ് കണ്ടുപിടിക്കണം. ജസ്റ്റ് അത് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാണ്, ആവറേജ് സ്പീഡല്ല, ദ എക്സാക്റ്റ് കറക്റ്റായിട്ടുള്ള സ്പീഡ് നമുക്കറിയണമെങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഡെറിവേറ്റീവ് ആയിരിക്കും. അതായത് ഒരു മൊമെൻറ്റിൽ ഉള്ള കറക്റ്റായിട്ടുള്ള കാര്യം അറിയാൻ, കറക്റ്റായിട്ടുള്ള സ്പീഡായിരിക്കാം, കറക്റ്റായിട്ടുള്ള ചേഞ്ച് ആയിരിക്കാം, അതൊക്കെ അറിയാനാണ് ആക്ച്വലി നമ്മൾ ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പോയിന്റിൽ അദ്ദേഹത്തിൻ്റെ സ്പീഡ് അറിയണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നോക്കണത്? സ്പീഡ് അല്ലേ, അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്
എന്താണ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ പൊസിഷൻ, വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് നമുക്ക് സ്പീഡ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ ഈ സ്പീഡ് കണ്ട് നമ്മൾ വരയ്ക്കില്ലേ, ഗ്രാഫ് വരയ്ക്കില്ലേ, പൊസിഷനും വിത്ത് റെസ്പെക്ട് ടു ടൈമും ഒക്കെ ആയിട്ട് നമ്മൾ ഗ്രാഫ് വരച്ചിട്ട് സ്ലോപ്പ് എടുത്ത് അതിൽ നിന്ന് നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കില്ലേ. അതൊക്കെ നമ്മൾ +1 +2ലും ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് തന്നെ. അപ്പോൾ ഭയങ്കര ആധികാരികമായിട്ടൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും you are a physics student or a physics aspirant, just think that if someone is asking you what is the importance of derivative or what is actually mean by that, you just said that is the rate of change. If you want to analyze the rate of change of something at a moment, or the exact velocity or the exact something at a moment, the exact, not an average, the exact speed, the exact time, something like that, you have to take the derivative. Okay, ആ ഒരു ഐഡിയ ആണ് അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് ടെൽസ് ഹൗ ഫാസ്റ്റ് സംതിങ് ഈസ് ചേഞ്ചിങ്. എത്രമാത്രം ഫാസ്റ്റായിട്ടാണ് ഒരു കാര്യം അവിടെ ചേഞ്ച് ചെയ്യുന്നതെന്ന് കാണാൻ നമുക്ക് ഇങ്ങനെയുള്ള ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞുതരാം. ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് എന്ന് ഇത് മനസ്സിൽ ജസ്റ്റ് വെച്ചേക്കണം. ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എന്താ പറയുക, ബ്രേക്കിംഗ് തിങ്സ് ഇൻ ടു സ്മോൾ ചേഞ്ചസ് ആണ് അല്ലേ. ബ്രേക്സ് തിങ്സ് ഇൻറ്റു സ്മോൾ ചേഞ്ചസിലോട്ട് കാര്യങ്ങളെ കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. ഒരു വലിയൊരു ഇവൻ്റ് ആണെങ്കിൽ അതിനെ ചെറിയ മാറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനെ വർക്ക് ചെയ്യുന്നതാണ് ആക്ച്വലി വരിക. അപ്പം ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഓർത്താൽ മതി, അതൊരു ചേഞ്ചാണ്. ദാറ്റ്സ് ഇറ്റ്. ഇനിയും അപ്പോൾ ഇത്രയും ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇതൊരു ഭയങ്കര സ്മോളായിട്ടുള്ളൊരു ഐഡിയ ആണ്. നമ്മൾ ഇതുവരെ ഭയങ്കര വലിയ ഇതിലോട്ടൊന്നും വന്നിട്ടില്ല. ബട്ട് ഇത്രയും ബേസിക് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനിയും നമ്മൾക്ക് നോക്കാനുള്ളത് വൈ ഇൻ്റഗ്രൽ. അപ്പോൾ എന്താ, ഞാൻ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ എനിക്കൊരു കാര്യത്തെ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വസ്തുവിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ മാത്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സിമ്പിളായിട്ട് ആ ഇക്വേഷൻ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ, ആ കൺസെപ്റ്റിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഹൗ or that is why I use derivatives. Then what's the importance of integrals? അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ഇൻ്റഗ്രൽസ് എന്ന് വെച്ചാൽ എന്താ പറയുക, ടോട്ടൽ അല്ലെങ്കിൽ സം ഓഫ് എന്നാണ് നമ്മൾ പറയുക. അതായത് നിങ്ങളിപ്പോൾ ഇമാജിൻ ചെയ്യേ, ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക, ഒരു ത്രൂ ഔട്ട് ദ ഡേ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ മഴ പെയ്യുന്നതനുസരിച്ച് ചെറിയ എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ ഓരോ നേരമായിട്ട് ഓരോ മൊമെൻറ്റിൽ ഇത്രയും വെള്ളം ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക മഴയിൽ. അപ്പോൾ എത്രമാത്രം വെള്ളം മുഴുവനായിട്ട് ആ മഴ ഉള്ള ദിവസം കിട്ടിയെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ എടുക്കണം അല്ലേ. ഇതിൻ്റെ ആ മൊമെൻറ്റിൽ എന്ത് മാറ്റം വന്നു എന്നറിയാൻ ഡെറിവേറ്റീവും ചെയ്യണം. ഓക്കെ, അപ്പം ആ ടോട്ടലായിട്ട് എത്ര വെള്ളം കളക്ട് ചെയ്തു, മുഴുവനും എന്ത് സംഭവിച്ചു എന്നറിയാനാണ് നമ്മൾ ഇൻ്റഗ്രൽസ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഡെറിവേറ്റീവ്സ് ആണെങ്കിൽ ഒരു വലിയ ആളേനെ ചെറിയ കൺസെപ്റ്റുകളായിട്ട് ചെറിയ മാറ്റങ്ങളായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുവാണെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽസ് എന്തായിരിക്കും, ഓരോ സ്മോൾ ചേഞ്ചസിനെയും ആഡ് ചെയ്യുന്നതാണ്, നേരെ തിരിച്ച്. അപ്പോൾ ഡിഫറൻസിയേഷനും ഇൻ്റഗ്രൽ എന്ന് പറയുന്ന രണ്ട് ഓപ്പോസിറ്റ് കൺസെപ്റ്റാണ്. ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങളെ, സ്മോൾ ചേഞ്ചസിനെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. ടുഗദർ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ പ്രോഫിറ്റ് അല്ല, നമുക്ക് വലിയൊരു ടോട്ടൽ സം ഓഫ് അതിൻ്റെ നമുക്ക് കിട്ടും. നമ്മൾ ഈ ട്രപ്പിസോയ്ഡൽ മെത്തേഡൊക്കെ നിങ്ങൾ പഠിക്കില്ലേ, ന്യൂമറിക്കൽ മെത്തേഡ്സിൽ നമ്മൾ പഠിക്കില്ലേ. അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യണത്, ടോട്ടൽ കണ്ടുപിടിക്കുക. അപ്പോൾ അതിനെ നമ്മൾ വലിയ ഫങ്ഷൻസൊക്കെ നമുക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ ട്രപ്പിസോയ്ഡൽ മെത്തേഡ്സ് അതുപോലെ കുറേ മെത്തേഡ്സ് ഉണ്ട്. 1/3 റൂളുണ്ട്, 3/8 റൂളുണ്ട്. അങ്ങനെ കുറേ റൂൾസ് നമ്മൾ ഇൻ്റഗ്രേഷൻ അല്ലാണ്ട് പഠിക്കും. അതുമൊക്കെ തന്നെ ഒരു സംഭവത്തിൻ്റെ ഒരു ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ ടോട്ടലായിട്ടുള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ നമ്മളൊന്ന് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം. പഠിക്കുകയല്ല, മനസ്സിലാക്കാൻ ശ്രമിക്കണം. ബിക്കോസ് നമ്മളൊന്ന് ഒരു എക്സാം ക്രാക്കായി കഴിഞ്ഞാൽ പോലും മുഴുവനായിട്ട് നമ്മുടെ ആ ഗോൾ നമ്മൾ അച്ചീവ് ആയി കഴിയില്ല. ബിക്കോസ് നമുക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമുക്കൊരു റിട്ടേൺ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. വൺസ് നിങ്ങളൊരു ഗേറ്റോ
ഗേറ്റാണ് ഞാൻ എപ്പോഴും പറയാം. ബിക്കോസ് ഗേറ്റ് കുറച്ചും കൂടെ നമുക്ക് കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. വൺസ് നമ്മളത് ക്രാക്ക് ചെയ്ത് കഴിയുമ്പോൾ വി ഹാവ് ദാറ്റ് കോൺഫിഡൻസ് ദാറ്റ് നമുക്ക് പറ്റും എന്നുള്ളത്. പിന്നെ അതിനെ ബേസ് ചെയ്ത് നമുക്ക് നെറ്റ് സിമ്പിളായിട്ട് എഴുതിയെടുക്കാൻ പറ്റും. ഓക്കെ, എനിവേ നിങ്ങളുടെ ഡ്രീംസ് എന്താണോ അതനുസരിച്ച് പോവുക. ബട്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈവൻ യു എന്താ പറയുക, ക്രാക്ക് വൺ എക്സാം, ഇപ്പം ഗേറ്റ് ക്രാക്ക് ചെയ്തു കഴിഞ്ഞാൽ വി ആർ സപ്പോസ് ടു ഗോ ഫോർ ആൻ ഇൻ്റർവ്യൂ. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മളോട് ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കും, വലിയ വലിയ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഈ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നൊക്കെ സമയത്ത് നമ്മൾ കറക്റ്റ് ആൻസർ പറയുന്നതാണോ, അതിനേക്കാളുപരി നമുക്ക് പറഞ്ഞു നിൽക്കാനൊരു കഴിവ് വേണം. ദാറ്റ് ഈസ് മേ ബി സംതിങ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇങ്ങനെ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ ഇതാണ് ഡിഫറൻസിയേഷൻ, എൻ്റെ റേറ്റ് വേണമെങ്കിൽ നമ്മൾ ഡെറിവേറ്റീവ് ചെയ്യണം. അപ്പം നമുക്ക് ബേസിക് അറിയാമെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു നിൽക്കാനുള്ള ഒരു കാലിബർ നമുക്ക് കിട്ടും. അതിനായിട്ട് ആദ്യം നമ്മൾ ലവ്, ഈ ഒരു സബ്ജക്റ്റിന് നമുക്കൊരു ലവ് വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ബേസിക്കൊക്കെ പഠിക്കാൻ ശ്രമിക്കും. പിന്നെ നമ്മുടെ പ്രൊജക്റ്റിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അത് നമുക്കൊരു ബെനിഫിറ്റാണ്. കാരണം കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. കുറേ ബേസിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര വലിയ ക്വസ്റ്റ്യൻസിനെ നമുക്ക് കണക്ട് ചെയ്ത് ആൻസർ പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഇൻ്റർവ്യൂ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ആഡ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പം എപ്പോഴും നമ്മൾ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കണം. എപ്പോഴും ഓരോരോ ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്യാൻ നോക്കണം. ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിൻ്റെ പുറകെ നിങ്ങളിതിൻ്റെ കൺസെപ്റ്റ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടായി, എന്താണ് ശരിക്കും ഈ ഫംഗ്ഷൻ്റെ അർത്ഥം, ഇത് എവിടെ നിന്ന് വന്നു, ഇത് എന്തുകൊണ്ടാണ് ഫിസിക്സിൽ യൂസ് ചെയ്യുന്നത്. ദർ ഈസ് ലോട്ട് ഓഫ് AI ടൂൾസ് അല്ലേ. ChatGPT ഉണ്ട്, വേറെ ഗൂഗിളുണ്ട്, വേറെ ഒത്തിരി പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അതൊക്കെ നോക്കി നിങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ കൂടെ ഇങ്ങനെയും കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഓക്കെ, സോ കുറേ കാട് കയറി പറഞ്ഞു. പിന്നെ ഇനിയും അപ്പോൾ ഇതാണ് ഞാനിന്ന് പറയാനായിട്ട് ജസ്റ്റ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് പറയാം. അപ്പം വേറൊരു ഇതിവിടെ പറഞ്ഞു തന്നാൽ, നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ നമുക്ക് ചെയ്ത് നോക്കാം. ഈ എങ്ങനെയാണ് ഡെറിവേറ്റീവും ഇപ്പം കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ പറയുമോ? ഇപ്പം ഞാൻ പറയുകയാണ് y = x². ഓക്കെ, സോ ദിസ് ഈസ് ഒരു പരാബോളിക് ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഗ്രാഫ് പരാബോള y = x² ആകുമ്പം ഈ ഒരു രീതിയാകും. ഓക്കെ, x ആക്സിസ് 0 - y. ഓക്കെ, സോ ഇവിടുത്തെ എൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, മിസ് ഉദ്ദേശിച്ച ഫംഗ്ഷൻ y = x² എന്നാണ്. ഇതിൽ നിന്ന് മക്കൾക്ക് പറയാൻ പറ്റുമോ ഡെറിവേറ്റീവ് എന്താണ്, ഇൻ്റഗ്രൽ എന്താണ്, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോടാ? ഇപ്പോൾ ഇവിടെ സെയിം മിസ് 1 2 3 എന്നൊക്കെ പറയുകയാണ്. ഇതും അതുപോലെ 1 2 3 എന്നൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ശരിക്കും ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഓക്കെ, ഒരു മൊമെൻറ്റിൽ കറക്റ്റ് അതിൻ്റെ കാര്യം അറിയാനുള്ള ഒരു ടാൻജൻഷ്യൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, എപ്പോഴും റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഏതിൻ്റെ ആണോ നമുക്ക് കാണേണ്ടത് അതിൽ നിന്ന് നമ്മൾ ഗ്രാഫിനെ ടച്ച് ചെയ്തൊരു ടാൻജൻഷ്യൽ വരയ്ക്കുന്നതാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 2-ൻ്റെ ആണെങ്കിൽ ഇതിന് നേരെ ഈ ഗ്രാഫിനെ ടച്ച് ചെയ്ത് എങ്ങോട്ടാണോ വരുന്നത് അതാണ് അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെ കാണിക്കുന്നത് അല്ലേ. ഇതല്ലേ ഇതിനെയാണ് ഇതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെ കാണിക്കുന്നത്. അതേസമയം ഇൻ്റഗ്രൽ എന്ന് വെച്ചാൽ എന്താ? ഇൻ്റഗ്രൽ എന്ന് വെച്ചാൽ 2 പോയിൻറ്റുകൾക്കിടയിൽ അണ്ടറിലുള്ള കർവാണ് ശരിക്കും ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അതായത് ഒരു പോയിൻറ്റിനെ മാത്രം കണക്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ശരിക്കും ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? 2 പോയിൻറ്റ്സിനെ കണക്ട് ചെയ്തിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന കർവിനെയാണ് ആക്ച്വലി, അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ആൾക്കാരെയാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുക ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കോ, മനസ്സിലായോ? ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു പോർഷൻ കണ്ടോ? ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ ഒരു റീജിയൻ അല്ലേ, അതാണ് അതിൻ്റെ ടോട്ടൽ. അതായത് ഇവിടം തൊട്ട് ഇവിടെ വരെ ആ ഒരു ടോട്ടലാണ് ശരിക്കും ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഗ്രാഫ് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്തൊന്ന് നോക്കുക. ഏതെങ്കിലുമൊക്കെ ഒരു ഇവിടെയൊക്കെ കയറി ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവാണ്. അതായത് ഞാൻ പറഞ്ഞത് നമ്മളൊരു സ്ലോപ്പ് വരയ്ക്കുമല്ലേ, സ്ലോപ്പ് വരയ്ക്കാൻ അറിഞ്ഞൂടെ? ഇത് ബാക്ക് ചെയ്യാൻ പറ്റുമോ?
ഓക്കെ, സോ ഒരു സ്ലോപ്പ് വരയ്ക്കുകയാണ്. ഇപ്പം എനിക്ക് ഇവിടുത്തെ ഡെറിവേറ്റീവ് ആണെങ്കിൽ ഇവിടുത്തെ റേറ്റ് ഓഫ് ചേഞ്ച് ഞാനൊരു സ്ലോപ്പ് വരച്ച് കഴിഞ്ഞാൽ അതെനിക്ക് ഡെറിവേറ്റീവിനെ കുറിച്ച് സംസാരിക്കുന്നു. ആൻഡ് ഇതിൻ്റെ ഇടയിലുള്ള ഈ എല്ലാ റീജിയൻ്റെ ഇടയിലുള്ള ഈ ഏരിയ എന്ന് പറയുന്നത് ഇൻ്റഗ്രലിനെ കുറിച്ച് സംസാരിക്കുന്നു. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഓഫ് കർവ് എന്ന് പറയുന്നത് dy/dx, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ പറയുകയാണ് എനിക്കിവിടെ കിട്ടിയ സ്ലോപ്പ് എന്ന് പറയുന്നത് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് 2x എന്ന് കിട്ടിയെന്ന് വെച്ചു. അതിൻ്റെ അർത്ഥം എന്താ? 2 ടൈംസ് ഓരോ എക്സ് അനുസരിച്ച് ഈ സ്ലോപ്പ് കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പം എക്സ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ 2 ആയിരിക്കും. ഇനി സ്ലോപ്പ് എക്സ് എന്ന് പറയുന്നത് 2 ആണെങ്കിൽ 4 ആകും സ്ലോപ്പ്. അത്രയൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഞാൻ ജസ്റ്റ് ഒരു ബേസിക്കായിട്ട് ഇന്ന് ജസ്റ്റ് ക്ലാസ് തുടങ്ങിയെന്നേ ഉള്ളൂ. നിങ്ങളുടെ ഒരു സ്റ്റേറ്റ് എന്താണെന്ന് എനിക്കറിയില്ല ആക്ച്വലി. നിങ്ങൾക്ക് മുന്നോട്ട് ക്ലാസ്സുകൾ വേണോ എങ്ങനെയാണെന്നുള്ളതൊന്ന് പറയണം. ഞാനിപ്പം വിചാരിക്കുന്നത് മാത്തമാറ്റിക്കൽ മെത്തേഡ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ്. ബട്ട് ത്രൂ ഔട്ട് ദ മന്ത് ഞാൻ മാത്തമാറ്റിക്കൽ തന്നെ ആയിരിക്കുമോ എടുക്കുന്നതെന്ന് അറിയില്ല. ബിക്കോസ് മാത്തമാറ്റിക്കൽ മെത്തേഡ് എങ്ങനെ എടുക്കണം എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം അത് കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ടീച്ചിങ് ബോർഡിൽ ചെയ്യാനൊരു പരിമിതിയുണ്ട്. ഭയങ്കര രസമുള്ളതാണ് കേട്ടോ ഗേറ്റിന്. പിന്നെ ഗേറ്റിൻ്റെയൊക്കെ എക്സാംസ് അടുക്കും തോറും കുറച്ച് ഞാനൊരു 28 ടോപ്പിക്സോളം തരാം. ബിക്കോസ് അതൊരു കട്ട് ഓഫിന് നമുക്ക് എത്താൻ പറ്റുന്ന പോലൊരു കുറേ ടോപ്പിക്സ് ഞാൻ തരാം. അപ്പോൾ അതൊക്കെ പഠിക്കാം നമുക്ക് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും. പക്ഷെ അതിന് ഇപ്പം നിങ്ങൾ ഈവൻ നെറ്റിനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിലും ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. ഈവൻ നെറ്റും ഗേറ്റും പാസ്സായി ഇൻ്റർവ്യൂവിന് പോകാനാണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. പിന്നെ ആരെങ്കിലും എൻജിനീയറിംഗ് ഫീൽഡിൽ ഗേറ്റിൻ്റെ ജനറൽ പേപ്പർ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ അതുകൂടെ പറയണം. ഞാൻ ജനറൽ പേപ്പേഴ്സിൻ്റെയും കൂടെ ക്ലാസ് ഇടാൻ ട്രൈ ചെയ്യുന്നുണ്ട്. സമയത്തിൻ്റെ ഒരു കുഴപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, എന്താണ് ഇനി എന്ത് ചെയ്യണം, ഇപ്പോൾ എന്താണ് നിങ്ങളുടെ കറക്റ്റ് സ്റ്റേറ്റസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്ക് ഓൺ ചെയ്ത് നിൽക്കുവാണ്, ഇങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ലൂപ്പിൽ നിൽക്കുവാണ്, ഇനി എങ്ങോട്ട് പോകണം എന്നറിയാത്തൊരു ഫേസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ മെയിൽ ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഡെറിവേറ്റീവ്സിൻ്റെ ഒരു സിമ്പിൾ ട്രിക്ക്, ഞാൻ അത് അത്ര എൻകറേജ് ചെയ്യുന്നില്ല, പക്ഷേ ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇൻ്റഗ്രൽസിൻ്റെ അതുപോലെ ഒരു സിമ്പിൾ ട്രിക്ക് ജസ്റ്റ് പറഞ്ഞുതരാം. വേണ്ടവരത് കണ്ടാൽ മതി. അതർവൈസ് യു ഹാവ് ഗോ ഫോർ ദ കൺസെപ്റ്റ് ഓർ ദ ബ്യൂട്ടി ബിഹൈൻഡ് ഓൾ ദാറ്റ്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഓക്കെ, താങ്ക് യു.